മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ആക്കാൻ കഴിയുമോ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ആ ശ്രീജിത്ത്, അതിനു മുൻപ് നമുക്ക് പി വി അൻവറിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AKG സെന്ററിൽ വെച്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒന്ന് നമുക്ക് കേട്ടുവരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. DGPയെ മാറ്റി നിർത്തണം. ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ, അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ആശ്രയിത്ത് നമുക്കൊപ്പം ചേരുന്നു. ആശ്രയിത്ത്, ഇതൊരു ജനകീയ വിപ്ലവം എന്ന നിലയിലാണ് പി വി അൻവർ ഇതിനെ കാണുന്നത്. പക്ഷെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഇങ്ങനെയൊരു വിപ്ലവത്തിന് സംഘടനാപരമായ പിന്തുണ നൽകുക സാധ്യമാണ്. കാരണം മലപ്പുറം ജില്ലയിലെ വിഷയങ്ങൾ പറയാനും ആ ഭാഗത്ത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കാനും പാർട്ടിക്ക് സംഘടനാപരമായൊരു ചട്ടക്കൂടുണ്ട്. അവിടെ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെയുണ്ട്. ഇതിൽ പി വി അൻവറിൻ്റെ ആക്ഷേപം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇനി വരാൻ സാധ്യതയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ, ജില്ലാ സെക്രട്ടറി പദത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ കൂടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയെ ബോധിപ്പിക്കുമ്പോൾ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരാൾ പാർട്ടിക്കുള്ളിലെ ഒരു ജില്ലാ സെക്രട്ടറി അംഗത്തിനെതിരെയും സംസ്ഥാന സമിതി അംഗമായ പി ശശിക്കെതിരെയും ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെ പാർട്ടി എങ്ങനെയാണ് സംഘടനാപരമായി നേരിടുക? അത് പാർട്ടിക്കുള്ളിൽ സംഘടനാപരമായ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീജിത്ത്? അരുൺ, CPIMന്റെ പാർട്ടി പരിപാടി അനുസരിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് പാർട്ടിയുടെ ലക്ഷ്യം. ആ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ജനാധിപത്യ സമൂഹത്തിലും CPIM നടത്തുന്നത് എന്നാണ് പാർട്ടി പരിപാടി അവകാശപ്പെടുന്നത്. അപ്പോൾ പി വി അൻവറും പറയുന്നത് താൻ ഈ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന, അഴിമതി നടത്തുന്ന ഒരു ലോബിക്കെതിരായ വിപ്ലവമാണ്. ആ വിപ്ലവം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിപ്ലവങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് ഒരു ഏകീകൃത സംഘടനയുടെ മറ്റും രൂപത്തിലല്ല, ഒരു ജനകീയ മുന്നേറ്റമായി വളർന്നു വരികയാണ് ചെയ്യുന്നത്. അത് CPIMന്റെ നേതാക്കന്മാർ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്. ഈ ലെനിൻ്റെ സങ്കല്പമനുസരിച്ച് പാർട്ടി വിപ്ലവത്തിനൊരു ഉപകരണം മാത്രമാണ്. അപ്പോൾ ജനകീയ മുന്നേറ്റം ഉയർന്നു വരുമ്പോൾ ആ മുന്നേറ്റത്തിനൊപ്പം നിൽക്കുകയാണ് പാർട്ടി ചെയ്യേണ്ടത്. അതുതന്നെയാണ് അൻവറും അർത്ഥമാക്കുന്നത്. അതായത് ഈ പോലീസിലെ അഴിമതിക്കാർക്കെതിരെ, ഭരണത്തിലെ അഴിമതിക്കാർക്കെതിരെ, തെറ്റായ പ്രവണതകൾ നടത്തുന്നവർക്കെതിരെ, പുഴുക്കുത്തുകൾക്കെതിരെ ഒരു മുന്നേറ്റം താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ മുന്നേറ്റത്തിന് വിജയം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ കൊട്ടാര വിപ്ലവമെന്നോ കുടിലെ വിപ്ലവമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ആ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അൻവറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിനെ പാർട്ടിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് സംഘടനാ സംവിധാനത്തിന് അകത്താണോ പുറത്താണോ എന്ന തരത്തിലുള്ള വർഗീകരണം കൊണ്ടോ ഈ തടുക്കാവും കഴിയുന്ന ഒന്നല്ല. കാരണം അത്രയ്ക്ക് ജനകീയമായി കഴിഞ്ഞ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻഫോംഡ് ആയി കഴിഞ്ഞ ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ ഈ CPIMും നമ്മളും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അത്തരം സമൂഹത്തിന് ഇതേപ്പറ്റി വലിയ തോതിൽ അവബോധമുണ്ടെന്നിരിക്കെ അൻവർ ഉയർത്തിയ പ്രശ്നത്തിന് അതിൻ്റെ ഇമ്പാക്റ്റും സമൂഹത്തിലുണ്ട് എന്ന കാര്യം പാർട്ടിയും സർക്കാരും ഒക്കെ തിരിച്ചറിയും. അപ്പോൾ അൻവർ പാർട്ടിക്ക് പുറത്താണോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വന്തമാണോ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. അപ്പോൾ ആ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെയും പോലീസിലെയും പുഴുക്കുത്തുകളാണ്. ഭരണ നേതൃത്വത്തിലെ പുഴുക്കുത്തുകളെക്കുറിച്ചാണ്. അവരെ പുറത്തു കളയുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സംഘടനാ രീതിയുടെ സാമ്പ്രദായിക നടപടിക്രമങ്ങളനുസരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല അൻവർ ഉയർത്തിവരിക്കുന്നത്. ഇത് അടിയന്തര പരിഹാരം വേണ്ട, അല്ലെങ്കിൽ ജനകീയമായ ഇടപെടലിലൂടെ അടിയന്തര പരിഹാരം വേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ ജനകീയ ആവശ്യത്തിന് കാതോർക്കാതിരിക്കാൻ, ചെവിക്കൊള്ളാതിരിക്കാൻ CPIMന് കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ശ്രീജിത്ത്, നമുക്ക് മടങ്ങി വരാം ഈ വിഷയത്തിലേക്ക് തന്നെ. എന്തായാലും അതിൻ്റെ രാഷ്ട്രീയ ചലനങ്ങൾ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പി വി അൻവർ വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയമനത്തോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം അവസാന നിമിഷം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു. പതിവ് പി വി അൻവർ ശൈലിയിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലിയായിരുന്നയാൾ എലിയായി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ പത്രവാർത്തകളും മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ഒക്കെ കണ്ടതിന് ശേഷം
ശേഷം അദ്ദേഹം ആ സംയമനത്തിലേക്ക് മാറിയോ വഴങ്ങിയോ എന്ന് പൊതുസമൂഹത്തിലൊരു ധാരണയുണ്ട് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാവണം പി.വി. അൻവർ ഇന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ്, അതേ ടോണിൽ തന്നെയാണ് ഇന്ന് പ്രതികരിച്ചത്. മാത്രവുമല്ല, അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മൾ നിരീക്ഷിക്കും, അവർക്കെതിരെ ഞാൻ രംഗത്ത് വരും എന്നുകൂടി പി.വി. അൻവർ പറയുന്നു. മാത്രവുമല്ല,